വയനാട് പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി നഷ്ടപരിഹാരമായി 26 കോടി രൂപ സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെക്കണം. നഷ്ടപരിഹാരം നിശ്ചയിച്ച മാനദണ്ഡം അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം? വയനാട് പുനരധിവാസത്തിനുള്ള ഒരു വലിയ തടസ്സം നീങ്ങിയിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. 27-ന് ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനത്തിലേക്ക് സർക്കാർ കടക്കാൻ പോവുകയായിരുന്നു. അവിടെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു അനുമതി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 26 കോടി രൂപയാണ് എസ്റ്റേറ്റിനുള്ള നഷ്ടപരിഹാര തുകയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ആ തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാമെന്നതാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ സർക്കാർ സമ്മതിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ആ തുക ഹൈക്കോടതിയിൽ കെട്ടിവെച്ചാൽ ഉടൻ തന്നെ ആ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കുകയും ചെയ്യാം, നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ അവിടെ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിന് ഇപ്പോഴും ഒരു തർക്കമുണ്ട്. അത് നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള തീരുമാനം. അതും അവർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കോടതി ഇപ്പോൾ സർക്കാരിന് തൽക്കാലത്തേക്ക് ആ പണം കെട്ടിവെച്ചുകൊണ്ട് എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു പച്ചക്കൊടിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡം അത് സർക്കാരിന് കോടതിയെ അറിയിക്കേണ്ടി വരും. മറ്റൊരു വശത്ത് ഹാരിസന്റെ വിഷയമുണ്ട്. ഹാരിസൺ എസ്റ്റേറ്റ് തൽക്കാലത്തേക്ക് ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി ഹാരിസൺ ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ എന്നും സർക്കാർ ഇന്ന് കോടതിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദിവിഷ്.